ഹായ്, എല്ലാവർക്കും നമസ്കാരം. നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറും കൂടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 നാരങ്ങ എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ. ഇത് നമുക്ക് 8ആയിട്ട് മുറിച്ചെടുക്കാം. നടുകെ പിളർന്നിട്ട് പിന്നെ ഓരോന്നും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ നാരങ്ങയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1-2 ടീസ്പൂൺ, എരിവ് അവരവരുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ്, 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒരു വാഴയില കൊണ്ട് ഇതുപോലെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് ഇതിലേക്ക് എത്തുകയാണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമുക്കൊരു തുണി കഷ്ണം എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ചുറ്റി കെട്ടി വയ്ക്കാം. ഇത് നമുക്കൊരു ഇഡ്ഡലി പാത്രം, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഈ പാത്രം നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചെറിയ പാത്രമാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് ആവി കയറ്റിയെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നാരങ്ങയൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ട് അതിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇലയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ കണ്ടോ, ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ, അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2 വറ്റൽമുളക്, ഇത്രയും എടുത്ത് വയ്ക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു അരക്കപ്പോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉലുവ പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചത്. പിന്നെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം. നാരങ്ങ ചേർത്ത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇതൊക്കെ ഒന്ന് മിക്സായി കിട്ടുന്നവരൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ കുറച്ച്
വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേടുകൂടാതിരിക്കും. ഏകദേശം ഒരു 3-4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്താൽ നന്നായിരിക്കും. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്